ഓ എന്താ ബാറ്റിംഗ്! സൺറൈസേഴ്സിൻ്റെ ഒരു തകർപ്പൻ ബാറ്റിംഗ് പറയണം. എടുത്തു പറയേണ്ടത് ഇഷാൻ കിഷൻ്റെ ബാറ്റിംഗ് തന്നെയാണ് കേട്ടോ. 106 റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. 47 ബോളിൽ 6 സിക്സ് 11 ഫോറും അടക്കമാണ് 106 റൺസ് സൺറൈസേഴ്സിന് വേണ്ടി ഇഷാൻ കിഷൻ സ്വന്തമാക്കിയത്. മുംബൈക്ക് ഇതിന് വലിയൊരു നഷ്ടം തന്നെയാണ് കേട്ടോ ഇഷാൻ കിഷനെ കളഞ്ഞത്. അഭിഷേക് ശർമ്മ 24 റൺസ്, ഹെഡ് 67 റൺസ്. തുടക്കം ഗംഭീരമായി തന്നെ അവർ തുടങ്ങി. അതുപോലെ തന്നെ ഒടുക്കും 286 റൺസാണ് സൺറൈസേഴ്സ് സ്വന്തമാക്കിയത്. അവരെ കഴിഞ്ഞ വർഷത്തെ ടോട്ടൽ വരുന്നത് 287ആണ്. അത് മറികടക്കാൻ സാധിച്ചില്ല, എങ്കിലും അതിൻ്റെ ഒപ്പം അടുത്തെത്തിക്കാൻ അവർക്ക് സാധിച്ചു. ബോളിംഗ് നിരക്കൊക്കെ നല്ല അടി കൊടുത്തു. ആർച്ചറിനൊക്കെ 4 ഓവറിൽ 76 റൺസാണ് ആർച്ചറൊക്കെ വാങ്ങി കൂട്ടിയത്. നല്ല അടി അടിച്ചു എന്ന് പറഞ്ഞാൽ നല്ല അടി അടിച്ചു. എന്താ കളി! ഹെഡ് 67, ഇഷാൻ കിഷൻ 106, നിതീഷ് റെഡ്ഡി 30, ക്ലസെ 34, അങ്ങനെ ടോട്ടൽ 286. 6 വിക്കറ്റ് നഷ്ടത്തിൽ 20 ഓവറിൽ സ്വന്തമാക്കി. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ രാജസ്ഥാൻ ഒന്ന് വിയർക്കുന്ന കാഴ്ചയാണ് കണ്ടത്. തുടക്കം തന്നെ ജയ്സ്വാളിന് നഷ്ടമായി. 1 റൺസാണ് ജയ്സ്വാൾ സ്വന്തമാക്കിയത്. പിന്നെ സഞ്ജു സാംസൺ ഒന്ന് പൊരുതി നോക്കി, 66 റൺസ്, പക്ഷേ അദ്ദേഹത്തിന് പിടിക്കാനായില്ല. സഞ്ജു സാംസണും അതുപോലെ തന്നെ ജുറയിലും ഒന്ന് പൊരുതി നോക്കി. സഞ്ജു സാംസൺ 60, ജുറയിൽ 70 റൺസ് സ്വന്തമാക്കി. പിന്നെ ഹെഡ് മെയർ 42. അങ്ങനെ ഒന്ന് രാജസ്ഥാൻ ഒന്ന് പൊരുതി നോക്കി, പക്ഷേ കളി വളരെ അകലെ തന്നെയായിരുന്നു. അവരുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റാത്ത ഒരു സ്കോർ ആയതുകൊണ്ട് തന്നെ ഒന്ന് പൊരുതുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. 44 റൺസ് അകലെ രാജസ്ഥാൻ്റെ ഇന്നിങ്സ് അവസാനിക്കുകയാണ് ചെയ്തത്. അങ്ങനെ 44 റൺസിൻ്റെ വിജയമാണ് സൺറൈസേഴ്സ് ആദ്യ മത്സരത്തിനകത്ത് സ്വന്തമാക്കിയത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സഞ്ജുവിന് ഒരു റെക്കോർഡ് മറികടക്കാനായിരുന്നു. 66 റൺസാണ് ആ റെക്കോർഡ് മറികടക്കാൻ വേണ്ടത്. പക്ഷേ ആ ഒരു റൺസ് സഞ്ജു ഈ ഒരു മത്സരത്തിനകത്ത് സ്വന്തമാക്കിയിട്ടോ. അങ്ങനെ 4000 റൺസ് തികയ്ക്കാൻ രാജസ്ഥാൻ ടീമിൽ 4000 റൺസ് തികയ്ക്കാൻ സഞ്ജുവിനായി. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട്